ഹലോ, സ്റ്റഡി ടൈം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കുറവായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവർത്തന പ്രതിപദനമൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അനുരണനമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒഴിഞ്ഞ മുറിയിൽ നിന്നും ശബ്ദമുണ്ടാക്കിയാൽ മുഴക്കം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള കാരണമൊക്കെ തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കർണാടകത്തിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുബസ് എന്ന മർമ്മഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ മുഴുവൻ ആവർത്തിച്ചു കേൾക്കാം. അപ്പോൾ അതിൻ്റെ പിക്ചർ അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മർമ്മഗോപുരത്തിനുള്ളിൽ ചെറിയൊരു ശബ്ദം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴങ്ങി കേൾക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ശബ്ദതരംഗങ്ങൾ ഗോളാകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപദനത്തിന് വിധേയമാകുന്നത് മൂലം ഉണ്ടാകുന്ന മുഴക്കമാണ് ഇതിന് കാരണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശബ്ദതരംഗങ്ങൾക്ക് ആവർത്തന പ്രതിപദനം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗോളാകൃതിയിലുള്ള ചുമരുകളാണ് അതിനുള്ളത്. അപ്പോൾ അവിടെ തട്ടി ശബ്ദം ആവർത്തിച്ച് പ്രതിപദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു മുഴക്കം ഉണ്ടാകുന്നത്. ഇവിടെ അനുരണനം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശബ്ദത്തിനുണ്ടാകുന്ന ആവർത്തിച്ചുള്ള പ്രതിപദനത്തെയാണ് ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു മുഴക്കത്തെയാണ് അനുരണനം എന്ന് പറയുന്നത്. സിനിമാ തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനാണ്? അതായത് മിനുസമുള്ള പ്രതലങ്ങളാണെന്നുണ്ടെങ്കിൽ ശബ്ദത്തിന് പ്രതിഫലിപ്പിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ട ഡയലോഗുകൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിനിമാ ഹാളുകളുടെ ഉള്ളിലുള്ള ചുമരുകളൊക്കെ പരുക്കനാക്കി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശബ്ദത്തിന്, പരുക്കനായിട്ടുള്ള പ്രതലങ്ങൾ എപ്പോഴും ശബ്ദത്തിനെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുഴക്കോ അല്ലെങ്കിൽ ഒരു ആവർത്തന പ്രതിപദനമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായതാ? ആവർത്തന പ്രതിപദനം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിനിമാ തിയേറ്ററുകൾ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത്. അടുത്തതാണ് ശ്രവണപരിധി. കേൾവി ശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ? മനുഷ്യനൊക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിനെ കുറിച്ചൊക്കെയാണ് ഇനിയിവിടെ പറയാൻ പോകുന്നത്. അതായത് ശ്രവണപരിധി. ചിത്രം 1.22 മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ പരിധി ശ്രദ്ധിക്കൂ. തന്നിരിക്കുന്ന പിക്ചറിൽ ലെഫ്റ്റ് സൈഡിൽ 20 ഹെഡ്സും റൈറ്റ് സൈഡിൽ 20,000 ഹെഡ്സും തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അതിന് താഴെ ഇൻഫ്രാസോണിക്, മനുഷ്യന് ശ്രവണ സാധ്യം, അൾട്രാസോണിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദങ്ങളാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. 20 ഹെഡ്സിന് താഴെ വരുന്ന ശബ്ദങ്ങളെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. അതുപോലെ 20,000 ഹെഡ്സിന് മുകളിലേക്ക് വരുന്ന ശബ്ദങ്ങളാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്രാസോണിക്കിൽ വരുന്നതാണ് ഭൂകമ്പങ്ങളൊക്കെ. അതുപോലെ തന്നെ 20,000 ഹെഡ്സിന് മേലേക്ക് വരുന്നതാണ് നായകൾക്കൊക്കെ കേൾക്കാൻ കഴിയുന്ന ശബ്ദം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. നായകളെ പരിശീലിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഏകദേശം 30,000 ഹെഡ്സ് ആണ്. അപ്പോൾ നായകൾക്കൊക്കെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് 20,000 ഹെഡ്സിന് മേലെയുള്ളതാണ്. അപ്പോൾ ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 30,000 ഹെഡ്സ് ആണ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദം 20,000 ഹെഡ്സിന് മേലെയാണ് അല്ലേ. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ആ ഒരു ശ്രവണപരിധി എന്ന് പറയുന്നത് 20,000 ഹെഡ്സിന് താഴെയാണ്. അതായത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദം ഒരിക്കലും മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. നമുക്കിനി ഇവിടെ ഉള്ളതൊന്ന് വായിച്ചു നോക്കാം. ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിക്ക് പരിധിയുണ്ട്. സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെഡ്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെഡ്സുമാണ്. 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക്. എക്സാമിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ 20,000 ഹെഡ്സ് എന്ന് പറയുമ്പോൾ 20K കൊടുത്തിട്ട് ഹെഡ്സ് എന്ന് കൊടുക്കും. അത് 20,000 ഹെഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശബ്ദത്തിൻ്റെ ആവൃത്തിക്ക് അനുസരിച്ചിട്ട് ശബ്ദത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് 20 ഹെഡ്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദത്തിനെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിന് കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദത്തിനെ അൾട്രാസോണിക് ശബ്ദം എന്നാണ് പറയുന്നത്.
ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് വവ്വാലുകൾ അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിച്ചിട്ട് അതിൻ്റെ ഇരേനെ പിടിക്കുന്ന ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കാനും ഇര പിടിക്കാനും സാധിക്കും. അൾട്രാസോണിക് തരംഗങ്ങൾ ധാരാളം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വവ്വാലുകൾ ഇര പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഈ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഈ ഒരു ശബ്ദം ഇങ്ങനെ പോയിട്ട് അതിൻ്റെ വഴിയിൽ അതിൻ്റെ ഇരയുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തട്ടി തിരിച്ചു വരും. അപ്പോഴാണ് അതിന് മനസ്സിലാവുന്നത് ഒന്നല്ലെങ്കിൽ തൻ്റെ വഴിയിൽ ഒരു ഇരയുണ്ട് അല്ലെങ്കിൽ തൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്ന് അവർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്ത് നോക്കാനുള്ളത് അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങളെക്കുറിച്ചാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ, ഫിസിയോതെറാപ്പിയിൽ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താൻ, ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിപദിക്കുന്നു. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി. അൾട്രാസോണിക് തരംഗങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് വൃക്കയിലെ കല്ലുകൾ പൊടിച്ചു കളയാൻ, ഫിസിയോതെറാപ്പിയിൽ, അതുപോലെ തന്നെ വൃക്ക, കരൾ, പിത്തസഞ്ചി തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പിക്ചറുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ അടുത്ത് പറയുന്നത് അൾട്രാസോണോഗ്രാഫിനെ കുറിച്ചാണ്. അൾട്രാസോണോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ആ ഭാഗത്തേക്ക് അൾട്രാസോണിക് തരംഗങ്ങളെ കടത്തിവിടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരകലകളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവയ്ക്ക്. ശരീരകലകളുടെ സാന്ദ്രത വ്യത്യാസത്തിനനുസരിച്ചിട്ട് അതിൽ തട്ടിയിട്ട് അത് പ്രതിപദിച്ചു വരും. അപ്പോൾ ഈ തരംഗങ്ങൾ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റിയിട്ടാണ് ചിത്രം എടുക്കുന്നത്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള സ്കാനിങ്ങിലൂടെ അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് അസുഖമുള്ളത് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 1:25 എന്ന് പറയുന്ന ചിത്രത്തിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, നിശ്ചിത ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ സോണാർ എന്ന ഉപകരണത്തിൽ ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടെത്തുന്നതിന്. ഇതൊക്കെയാണ് അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്നും പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം കടലിൻ്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടി 0.2 സെക്കൻഡ് സമയത്തിനു ശേഷം തിരിച്ചെത്തുന്നു എങ്കിൽ കപ്പലിൽ നിന്നും പാറക്കെട്ടിലേക്കുള്ള അകലം എത്ര? അൾട്രാസോണിക് തരംഗങ്ങളുടെ കടൽ ജലത്തിലെ വേഗം 1522 മീറ്റർ/സെക്കൻഡ് ആയി പരിഗണിക്കുക. ചെറിയൊരു പ്രോബ്ലം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് കപ്പലും പാറക്കെട്ടും തമ്മിലുള്ള അകലമാണ്. ഇനി ഇവിടെ അടുത്ത് തന്നിട്ടുള്ളത് അൾട്രാസോണിക് തരംഗങ്ങളുടെ വേഗം തന്നിട്ടുണ്ട് 1522 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇരിക്കുന്ന വാല്യൂസൊക്കെ നമുക്ക് എടുത്തെഴുതാം. തരംഗങ്ങളുടെ കടൽ ജലത്തിലെ വേഗം v = 1522 മീറ്റർ/സെക്കൻഡ് ആണ്. സമയം t തന്നിട്ടുണ്ട് 0.2 സെക്കൻഡ്. കപ്പലിൽ നിന്നും പാറക്കെട്ടിലേക്കുള്ള അകലം അതായത് d ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. d കാണാനുള്ള ഇക്വേഷൻ d = v × t/2. അതായത് v എന്ന് പറഞ്ഞാൽ 1522 ഇൻറ്റു t എന്ന് പറഞ്ഞാൽ 0.2/2. അപ്പോൾ 0.2 രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ മുകളിൽ 0.1 വരും. അതായത് 1522 ഇൻറ്റു 0.1 വരുന്നത് നമുക്ക് ഗുണിക്കാനുള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് 152.2 മീറ്ററാണ് ദൂരം കിട്ടുന്നത് നമുക്ക്. അടുത്ത് നോക്കാം. വിവിധ തരം തരംഗങ്ങളുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും മനസ്സിലാക്കിയല്ലോ. നിശ്ചിത തീവ്രതയിൽ കൂടിയ ഏതുതരം തരംഗങ്ങളും ദോഷഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. വിനാശകാരികളായ തരംഗങ്ങളുമുണ്ട്. സീസ്മിക് തരംഗങ്ങളും സുനാമിയും. ഭൂകമ്പത്തിൽ തകർന്നു പോയ കെട്ടിടമാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഭൂകമ്പങ്ങൾ പലപ്പോഴും ദുരന്ത കാരണമാകാറുണ്ട്. അപ്പോൾ സുനാമി ഉണ്ടായതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമിയൊക്കെ ഉണ്ടായിരുന്നു. അത് കേരളത്തെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സീസ്മിക് തരംഗങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്, അത് നോക്കാം. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ. അതായത് ഈ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു തരംഗങ്ങളെയാണ് സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലിലാണ്. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തെയാണ് സീസ്മോളജി എന്ന് പറയുന്നത്. ഇനി ഭൂകമ്പങ്ങളുടെയൊക്കെ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിലിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ സുനാമി എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, സമുദ്രങ്ങളുടെ അടിത്തട്ടിലോ
തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമായേക്കാം. അതായത് ചിത്രം 1.29 കൊടുത്തിരിക്കുന്നതാണ് ഈ സുനാമി എന്ന് പറയുന്നത്. അതായത് തീരപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ അടിത്തട്ടിലോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് സുനാമിക്ക് പലപ്പോഴും കാരണമാകുന്നതെന്ന് പറയുന്നത്. അതായത് തിരമാലകൾ വളരെ ഉയർന്ന ഹൈറ്റിൽ ഇങ്ങനെ പൊന്തി വരുന്നതാണ് സുനാമി തിരകൾ എന്ന് പറയുന്നത്. കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സുനാമിയിൽ നിന്നും രക്ഷ നേടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? നമുക്കപ്പോൾ നോക്കാം സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായിട്ട് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെയോ അപകടം അവസാനിച്ചു എന്ന് സ്വയം കരുതരുത്, പകരം ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുക. സുനാമി അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധം. കടൽ തീരത്ത് നിന്നും അസാധാരണമായി കടൽ പിൻവാങ്ങുന്നത് കണ്ട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നീങ്ങുക. സുനാമിയിൽ അകപ്പെട്ടാൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുക്കളിൽ കയറി സ്വയം രക്ഷ നേടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് സുനാമി മുന്നറിയിപ്പ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ വിലയിരുത്തുക എന്ന് പറയുന്ന ഭാഗം കൂടി നോക്കാം. നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം വിലയിരുത്തുക എന്ന് പറയുന്ന ഭാഗം തനിയെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അത് പൂർണ്ണമായും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശബ്ദവും പ്രകാശവും അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ശബ്ദവും പ്രകാശവും അനുദൈർഘ്യ തരംഗങ്ങളാണ്. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. ശബ്ദം അനുപ്രസ്ഥ തരംഗവും പ്രകാശം അനുദൈർഘ്യ തരംഗവുമാണ്. ഏതായിരിക്കും ഇതിൽ ശരി? ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ഉച്ചപരിധി 120 kHz ആണ്. എങ്കിൽ പരമാവധി എത്ര തരംഗദൈർഘ്യമുള്ള ശബ്ദം വരെ അതിന് കേൾക്കാൻ സാധിക്കും? ശബ്ദവേഗം 350 m/s എന്ന് പരിഗണിക്കുക. അപ്പോൾ ഇവിടെ ശബ്ദവേഗം v തന്നിട്ടുണ്ട്, 350 m/s ആണ്. പിന്നെ ശബ്ദത്തിൻ്റെ ഉച്ചപരിധി അതായത് f തന്നിട്ടുണ്ട്, 120 kHz ആണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് കിലോ നമുക്ക് 1000 എന്ന് പറഞ്ഞു എഴുതാലോ. അപ്പോൾ നമുക്ക് 120 കഴിഞ്ഞിട്ട് ഒരു 3 0 കൊടുത്തിട്ട് നമുക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞു എഴുതാം കേട്ടോ. തരംഗദൈർഘ്യം ലാംഡയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമവാക്യം v = f ലാംഡ. അപ്പോൾ നമുക്ക് ലാംഡ കാണാൻ വേണ്ടിയിട്ട് സമവാക്യം എന്നത് ലാംഡ v/f. അതായത് ലാംഡയുടെ കൂടെ നിൽക്കുന്ന ആൾ എപ്പോഴും f ആണ്. അതുകൊണ്ടാണ് സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് താഴേക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. തന്നിരിക്കുന്ന വിലകളൊക്കെ നമുക്ക് സമവാക്യത്തിൽ കൊടുക്കാം. വിയുടെ സ്ഥാനത്ത് 350/f എന്ന് പറയുന്നത് 120 പിന്നെ ഒരു 3 0 ആഡ് ചെയ്യാം. അതിനുശേഷം 350 ഒരു 0യും തന്നിരിക്കുന്ന താഴത്തുനിന്ന് ഒരു 0യും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് 35/12 × 1000 എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ നമുക്ക്. അതായത് ആ സീറോസിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താം. അതിനുശേഷം നമുക്ക് 35നെ 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.9 ആണ് വരുന്നത്. പിന്നെ 2 ഷിഫ്റ്റായിട്ട് വരാണ്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് ഞാൻ 2.9 വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ വരുന്നത് 2.9 താഴെയുള്ള 1000 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അതിനുശേഷം നമ്മൾ ഛേദത്തിൽ വരുന്ന സീറോയ്ക്ക് അനുസരിച്ച് നമുക്ക് അംശത്തിൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 0.0029 മീറ്റർ എന്നാണ് കിട്ടണത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 3.2 m/s വേഗത്തിൽ സഞ്ചരിക്കുന്ന 2 തരംഗങ്ങളുടെ ഗ്രാഫിക് ചിത്രീകരണം നൽകിയിരിക്കുന്നു. ഓരോ തരംഗത്തിൻ്റെയും ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം എന്നിവ കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ തരംഗത്തിൻ്റെ ആവൃത്തി കണ്ടുപിടിക്കാം. ആദ്യത്തെ തരംഗത്തിൽ തരംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. പിന്നെ അതുപോലെ തന്നെ പീരീഡ് എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ സമയം എന്ന് പറയുന്നത് 28 സെക്കൻഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ആവൃത്തി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ തരംഗങ്ങളുടെ എണ്ണം n തന്നിട്ടുണ്ട് 3, സമയം t എന്ന് പറയുന്നത് 24 സെക്കൻഡാണ്, പീരീഡ് t എന്ന് പറയുന്നത് 8 സെക്കൻഡാണ്. അപ്പോൾ ആവൃത്തി കാണുന്ന സമവാക്യം f = 1/t ആണെന്നുണ്ടെങ്കിൽ 1/T എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 1/8 ആണ് ഇതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവൃത്തി കാണാനുള്ള വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് തരംഗങ്ങളുടെ എണ്ണം ബൈ സമയം, അതായത് n/t എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അതായത് തരംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്, സമയം എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 3നെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ 1/8 കിട്ടും. അപ്പോൾ 1/8 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പീരീഡ് t = 1/f ആണ്. f എന്ന് പറയുന്നത് 1/8 ആണ്, അതായത് 1/1/8. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 സെക്കൻഡാണ് പീരീഡ് കിട്ടുന്നത്.
ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് തരംഗദൈർഘ്യം ലാംഡയാണ്. സമവാക്യം വരുന്നത് V/F ആണ്. വിയുടെ ഓൾറെഡി തന്നിട്ടുണ്ട് 3.2 എന്ന്. എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1/8. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ സീക്വൽ ടു V/F. വി 3.2ഉം എഫ് എന്ന് പറയുന്നത് 1/8 ആണ്. അതായത് ഛേദത്തിൽ 1/8 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലും 1/8 എന്നുള്ളതിൽ ആ 8 എന്ന് പറയുന്നത് എവിടേക്ക് പോകും? അംശത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.2 × 8 = 25.6 മീറ്ററാണ് തരംഗദൈർഘ്യം കിട്ടുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ തരംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6ആണ്. പീരീഡ് T എന്ന് പറയുന്നത് 1 ആണ്. ആകെ സമയം എന്ന് പറയുന്നതും 6 തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആവൃത്തി കണ്ടുപിടിക്കാം. രണ്ടാമത്തെ തരംഗത്തിൻ്റെ ആവൃത്തി കണ്ടുപിടിക്കാൻ വേണ്ടി F = 1/T എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ T എന്ന് പറയുന്നത് പീരീഡ് T എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1/1 1 സെക്കൻഡ് 1 ഹെഡ്സ്. ഇനി നമുക്ക് ഇക്വേഷൻ N/T വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തരംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. അപ്പോൾ 6/6 1 ഹെഡ്സ് വരും. ഇനി തരംഗദൈർഘ്യം ലാംഡ കണ്ടുപിടിക്കണം. V/F. വി എന്ന് പറഞ്ഞാൽ 3.2, എഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ആണ്. അപ്പോൾ 3.2/1 വരുമ്പോൾ 3.2 മീറ്റർ. ഇനി ഇതിൻ്റെ പീരീഡ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ T = 1/F ആണ്. ഇവിടെ നമുക്ക് എഫ് കിട്ടിയിരിക്കുന്നത് 1 ആണ്. ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/1 = 1 ആണ് വരുന്നത്. 1 സെക്കൻഡാണ് ഇതിൻ്റെ പീരീഡ് വരുന്നത്. അപ്പോൾ നമുക്കത് പിക്ചറിൽ നിന്ന് തന്നെ കിട്ടും. അതായത് ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, അതായത് ഒരു തരംഗം എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടോ ആ ദൂരം തന്നെയാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഞാൻ പിക്ചറിൽ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ഡൗട്ടൊന്നും വേണ്ട കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? എ കൊടുത്തിരിക്കുന്നത് 5 ഹെഡ്സ്. 5 ഹെഡ്സ് അല്ല. ബി പറഞ്ഞിരിക്കുന്നത് 2000 ഹെഡ്സ് ആണ് അല്ലേ. അപ്പോൾ 2000 ഹെഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ സി എന്ന് പറയുന്നത് 200 കിലോ ഹെഡ്സ് ആണ്. 200 കിലോ ഹെഡ്സ് അല്ല, 20 കിലോ ഹെഡ്സ് ആണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ 200 കിലോ ഹെഡ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ ഇവിടെ അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് എത്രയാണ്? 50 കിലോ ഹെഡ്സ് ആണ്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 2000 ഹെഡ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു തരംഗത്തിന് 2 കിലോ ഹെഡ്സ് ആവൃത്തിയും 35 സെൻറ്റിമീറ്റർ തരംഗദൈർഘ്യവും ഉണ്ട് എങ്കിൽ ഈ തരംഗം 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ നമുക്ക് ആവൃത്തി തന്നിരിക്കുന്നത് 2 കിലോ ഹെഡ്സ് ആണ്. കിലോ ഹെഡ്സ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഹെഡ്സിലേക്ക് ആക്കുമ്പോൾ 2000 ഹെഡ്സ് ആണ് വരുന്നത്. ലാംഡ എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 35നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ വരുന്നത് 0.35 മീറ്റർ ആണ്. അതായത് നമുക്ക് ഇവിടെ വി വരുന്നത് മീറ്റർ/സെക്കൻഡ് ആയതുകൊണ്ടാണ് തരംഗദൈർഘ്യം നമ്മൾ മീറ്ററിലേക്ക് ആക്കുന്നത് കേട്ടോ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുന്നത് അതുകൊണ്ടാണ്. V = F ലാംഡയാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ എഫ് എന്ന് പറയുന്നത് 2000 × ലാംഡ എന്ന് പറയുന്നത് 0.35. നിങ്ങൾക്ക് പോയിന്റ് സ്ഥാനം വെച്ച് ഗുണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2000 × 35 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 70000 കിട്ടും. അതിനുശേഷം 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടുമ്പോൾ 700 ആണ് നമുക്ക് കിട്ടുന്ന വേഗം എന്ന് പറയുന്നത്. സമയം ഇവിടെ തന്നിരിക്കുന്നത് 0.5 സെക്കൻഡാണ്. അപ്പോൾ ഈ തരംഗം 0.5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സമവാക്യം വരുന്നത് V × T ആണ്. അതായത് V എന്ന് പറഞ്ഞാൽ 700, T എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ 700 × 5 എന്ത് വരും? 3500. അതിനുശേഷം നമുക്ക് ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടാം. അപ്പോൾ നമ്മുടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 350 മീറ്റർ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, 0.5 സെക്കൻഡിൽ 50 ശൃംഖങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാകുന്ന തരംഗത്തിൻ്റെ ആവൃത്തി എത്ര? 0.5 സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണമാണ് 50 വന്നിട്ടുള്ളത്. സമയം 0.5 സെക്കൻഡ്. അപ്പോൾ ആവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം തരംഗങ്ങളുടെ എണ്ണം ബൈ സമയം. തരംഗങ്ങളുടെ എണ്ണം 50 ആണ്, സമയം എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ഞാൻ പോയിന്റ് സ്ഥാനം കളയാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരുന്നത് 500/5 = 100 ഹെഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇവിടെ അംശത്തിനെയും ഛേദത്തിനെയും 10 കൊണ്ട് ഗുണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഛേദത്തിൽ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിച്ചത്. ഇനി 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരുന്നെങ്കിൽ 100 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 50നെ 0.5 കൊണ്ട് ഹരിച്ചിട്ട് ആൻസർ എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം 1.31a, b എന്നിവയിൽ നൽകിയിരിക്കുന്ന തരംഗങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായത് ഏത്? ആവൃത്തി, ആയതി, പീരീഡ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ തരംഗങ്ങളുടെ എണ്ണം നോക്കാന്നുണ്ടെങ്കിൽ 3 എണ്ണമാണ്. ആദ്യത്തേലും രണ്ടാമത്തേലും 3 എണ്ണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആവൃത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തരംഗങ്ങളുടെ എണ്ണം ബൈ സമയമാണ്. അതായത് 3/12 ആണ് രണ്ടിലും വരുന്നത്. അപ്പോൾ ആവൃത്തി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെയിം ആണ്. ഇനി നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് എന്ന് പറയുന്നത് 0 തുടങ്ങി 4 വരെയാണ് ആദ്യത്തേതിൻ്റെ. രണ്ടാമത്തെ പിക്ചറിലേക്ക് വരുമ്പോഴും 0 തുടങ്ങി 4 വരെ തന്നെയാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അതിൻ്റെ ആയതിയാണ്.
ഒരു തരംഗത്തിൻ്റെ ആയതി എന്ന് പറയുന്നത് തുലനസ്ഥാനത്ത് നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ് അല്ലേ, അതായത് സ്മോൾ ലെറ്റർ എ ആണ്. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ തരംഗത്തിൻ്റെ ആയതി എന്ന് പറയുന്നത് 0.05 ആണ് അല്ലേ. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ 0.03 ആണ്. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായി വരുന്നത് ആയതിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അനുപ്രസ്ഥ തരംഗത്തിൻ്റെ അടുത്തടുത്ത ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം 2 മീറ്റർ ആണ്. അതിൻ്റെ വേഗം 20 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ആവൃത്തി കണ്ടെത്തുക. തരംഗദൈർഘ്യം λ2 മീറ്റർ, വേഗം v 20 മീറ്റർ/സെക്കൻഡ്. എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സമവാക്യം v/λ. v എന്ന് പറഞ്ഞാൽ 20, λ എന്ന് പറഞ്ഞാൽ 2, 20/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഹെർട്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദം ഒരു മാധ്യമത്തിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്നത്. ബ്രാക്കറ്റ് മാധ്യമത്തിലെ കണികകൾ, തരംഗം, ശബ്ദസ്രോതസ്, മാധ്യമം. ഇതിൻ്റെ ആൻസർ വരുന്നത് തരംഗം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേശപ്പുറത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഇരുഭുജങ്ങളും സമീപത്തായി ട്യൂണിംഗ് ഫോർക്കിനെ സ്പർശിക്കുന്ന രീതിയിൽ 2 പിത്ത് ബോളുകളും തൂക്കിയിട്ടിരിക്കുന്നു. ഈ സംവിധാനത്തിൻ്റെ അടുത്തിരുന്ന് ഒരാൾ പിയാനോ വായിക്കുന്നു. ഈ സന്ദർഭത്തിൽ പിത്ത് ബോളുകൾ ചെറുതായി അനങ്ങുന്നു. കാരണം എന്തായിരിക്കും? പ്രണോദിത കമ്പനം, പ്രതിധ്വനി. എന്തായിരിക്കും? പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനം എന്ന് പറയുന്നത് കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു ചലിക്കുന്നതിനെയാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിയാനോ ചലിക്കുന്ന സമയത്ത് ആ ബോളുകളും ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പ്രേരണ മൂലമാണ് മറ്റൊന്ന് ചലിക്കുന്നത്. അതാണ് പ്രണോദിത കമ്പനം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിയാനോയിൽ ചില സ്വരങ്ങൾ വായിക്കുമ്പോൾ പിത്ത് ബോളുകൾ കൂടിയ ആയതിയിൽ തെറിക്കുന്നു. ഇതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അതിനാണ് പറയുന്നത് എന്ത്? അനുനാദം എന്ന് പറയുന്നത്. അതായത് പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണ ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോഴാണ് ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.